എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും എൽബെഥേൽ ചർച്ചിൻ്റെ മലയാളം ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഒരു അവസരം കൂടെ ദൈവം തന്നു കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിലായിരിക്കാൻ. എല്ലാത്തിനുമായി സ്തോത്രം. കടന്നു വന്ന നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഓൺലൈനിൽ കൂടെ വാച്ച് ചെയ്യുന്നവരെയൊക്കെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നല്ലോ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ കാവലുകൾ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ വരെ പഠിച്ചു? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തുവാണ് ചിന്തിച്ചത്? നമ്മൾ എവിടെ വരെ പഠിച്ചു നോക്കിയേ. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഒരു പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ പിമ്പിൽ ഒരു റൂട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഒരു പ്രതിസന്ധികളുടെ പിമ്പിൽ ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിനെ കുറിച്ചായിരുന്നു നമ്മൾ കണ്ടത്. എന്തുവായിരുന്നു നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ചിന്തിച്ചത്? ദാവീദിൻ്റെ കാലത്ത് തുടരെ 3 സംവത്സരം ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായ സമയത്ത് എന്തു പറ്റി? ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം എന്തു പറഞ്ഞു കൊടുത്തു? ഇത് നിൻ്റെ കുഴപ്പമല്ല, ഇത് ശൗലിൻ്റെ കുഴപ്പമോ എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് വ്യക്തമായി ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കണം കേട്ടോ. ദൈവമക്കളെ, ഞാൻ ഈ ദൈവമക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനകത്ത് തന്നെ എനിക്ക് ചിലത് പറയണമെന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ ലൈഫിൽ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് കരയാൻ നോക്കല്ല കേട്ടോ. ചിലരുടെ എങ്ങനെ പരിജ്ഞാനമെന്നറിയാമോ? പരിജ്ഞാനം. ചില ആൾക്കാർ ഈ പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞിട്ട്, പല പ്രാവശ്യങ്ങളിൽ പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിവൃത്തിയിൽ അവിടെ കിടന്ന് നിലവിളിക്കും. പിന്നെ പാസ്റ്റർമാരെ വേണോ അച്ഛന്മാരെ വേണോ, ഇവൻ വഴിയെ പോകുന്ന ഏത് വെള്ളയിട്ടവരെ കണ്ടാലും വീട്ടിൽ കയറ്റി വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. അവർക്ക് പിന്നെ പ്രാർത്ഥനയും അവരോട് ഭയങ്കര കാര്യമാണ്. പക്ഷെ അതുവരെ അവർക്ക് യാതൊരു ഇതില്ല. പക്ഷെ മറ്റു ചിലർ എന്താ പറയുക, ഒരബദ്ധം പറ്റുമ്പോഴേ അവർ പ്രാർത്ഥിക്കാനും അടുക്കാനും തുടങ്ങും. മറ്റു ചിലർ ഈ പ്രശ്നങ്ങൾ വരുന്നത് നേരത്തെ കണ്ടുപിടിക്കും, ദൂരവേ കണ്ടുപിടിക്കും. മറ്റുള്ളവരുടെ ലൈഫിൽ വില മുടക്കുന്ന അവർ പ്രശ്നങ്ങളിൽ പെടുന്നത് കാണുമ്പം ഇവരെന്തോ പറ്റും, എടാ അത് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് തിരിഞ്ഞ് ചിന്തിക്കും. മറ്റുള്ളവരുടെ എക്സ്പെൻസിൽ നമ്മൾ പഠിക്കുവാന്ന് പറയാൻ, മറ്റുള്ളവർ വില കൊടുത്തു, നമ്മൾ അതുകൊണ്ട് പഠിക്കണം. ലൈഫിൽ പ്രശ്നങ്ങളിൽ കിടക്കൽ കേട്ടോ. പല ആൾക്കാർ, ഞാൻ ഈ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ അതുപോലെ ഇമ്പോർട്ടൻ്റാണ്. ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് യങ് ആൾക്കാർക്ക്, ഇവർക്കിത് മനസ്സിലാകത്തില്ല. ഞങ്ങൾ ഇത്ര നാൾ ഇവിടെ വരാൻ ഒരിടത്ത് പെട്ടു, ഇനി ലൈഫിലോട്ട് കരകയറാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളിൽ പെട്ടു. അതുകൊണ്ട് ഈ വിഷയം അതുപോലെ തീവ്രമായിട്ടും ആഴമേറിയതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സൂപ്പർ നാച്ചുറൽ ദൈവത്തിൻ്റെ കാവലിനകത്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ദൈവത്തിൻ്റെ കാവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാ, മറക്കല്ലേ കേട്ടോ. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും പ്രതിസന്ധികൾ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ അത് കണ്ടുപിടിക്കാൻ, പ്രാർത്ഥിച്ചതിനെ റിമൂവ് ചെയ്ത് കളാം. അടുത്തത് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വിഷയമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം കേട്ടോ, നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം തൊട്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു. ന്യായാധിപന്മാർ, ജഡ്ജസ് 2-ാം അധ്യായം 11 തൊട്ടാണ് 23-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. പക്ഷെ 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. 11-ാമത്തെ വാക്യം വായിച്ചോട്ടെ. വായിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. അടുത്ത വാക്യം കൂടെ. ഇനി അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചു.
യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ യഹോവ അതത് ന്യായാധിപനോട് കൂടെ ഇരുന്ന് അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ച് പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം ഉള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് വായിച്ചു. എന്നാൽ ആ ന്യായാധിപൻ മരിച്ച ശേഷം അവർ തിരിഞ്ഞ് അന്യദൈവങ്ങളെ ചെന്ന് സേവിച്ചും നമസ്കരിച്ചും കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിച്ചു. അവർ തങ്ങളുടെ പ്രവർത്തികളും ദുഷ്ടാഠ്യവും നടപ്പും വിടാതെ അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം ലംഘിച്ച് എന്റെ വാക്ക് കേൾക്കായികയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികൾ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്ന് അവൻ അറിയിച്ചു. അങ്ങനെ യഹോവ അജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഇസ്രായേൽ ദൈവം അവരെ മിസ്രൈമിൽ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ട് കനാൻ ദേശത്ത് അവരെ എത്തിച്ചു. ദൈവം വാക്ക് പറഞ്ഞത് ചെയ്തു. ഈ കനാൻ ദേശത്ത് എത്തുന്ന സമയത്ത് അനുസരണം കെട്ടവരെ ദൈവം എത്തിച്ചില്ല. പുതിയ നിയമത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് ദൈവം എനിക്ക് തന്ന സഭയായതുകൊണ്ട് ഒരു മയവും ഇല്ലാതെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടം. കാരണം നിങ്ങൾ എത്ര പഠിക്കുന്നോ, നിങ്ങൾക്ക് വേദനപ്പെട്ടാലും നിങ്ങൾ വിഷമമൊന്നും തോന്നാതെ നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ നോക്കണം. നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കി, എത്രയോ വ്യക്തികൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇവർ വിശ്വാസത്തിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷേ ഇവരുടെ ലൈഫിൽ വേണ്ട രീതിയിൽ ഒരു ഉയർച്ചയില്ല. ലൈഫിൽ സ്പിരിച്വൽ അറ്റാക്ക് വരുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്പിരിച്വൽ അറ്റാക്ക് വ്യക്തികളുടെ ലൈഫിൽ, ആരുടെ വ്യക്തികളുടെ ലൈഫിൽ വരാം. പക്ഷേ ജീവിതത്തിൻ്റെ നിലവാരം ഉയർന്നിട്ടില്ല. ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. പണ്ട് എങ്ങനാണോ അതുപോലെ തന്നെയാണ്. പണ്ട് ഈരുള്ളിയും വെള്ളുള്ളിയും ചുറ്റുള്ളിയും വേണമായിരുന്നു, കഴിക്കണമായിരുന്നെങ്കിൽ. ഇന്ന് മന്ന കഴിക്കണമെങ്കിൽ എന്തോ വേണം? ഈരുള്ളിയും വെള്ളുള്ളിയും ചുറ്റുള്ളിയും വേണം, ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ. പണ്ടത്തെ സംസാരം എങ്ങനെ? അതുപോലെ തന്നെ. എന്തെങ്കിലും മാനസാന്തരം നടന്നോ? ഇല്ല. പണ്ടത്തെ ജീവിതശൈലി എവ്രിതിങ്. ഞാൻ പലപ്പോഴും ഇത് പഠിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കുടുംബമുണ്ട്. 40-50 വർഷത്തിന് മുമ്പേ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച, ഒരാഴ്ച പോലും പള്ളി വിടത്തില്ല. ഇത് ഓൺലൈനിൽ കേൾക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. എനിക്ക് നാട്ടിലെ തന്നെയല്ല, ബാംഗ്ലൂർ സിറ്റിയിലെ അറിയാം. 50 വർഷമായി കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ തലമുറകൾ വന്നപ്പം അവരുടെ ജീവിതത്തിൽ ഒരു ഗതി പിടിച്ചിട്ടില്ല. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല തലമുറകൾക്ക്, പൊട്ടൻഷ്യൽ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ തലമുറകൾക്ക് ഗതി പിടിച്ചിട്ടില്ല. എന്താ കാരണം? നിന്റെ ലൈഫിൽ കിടക്കുന്ന ചില വേരിനെ, ശാപത്തിൻ്റെ വേരിനെ, നിന്റെ ലൈഫിൽ കിടക്കുന്ന ചിലതിനെ നീ മാറ്റിക്കളയാത്തിടത്തോളം കാലം എവിടൊക്കെ പോയാലും ബ്ലെസ്ഡ് ആകത്തില്ല. അതങ്ങനെ കിടക്കും. അത് സമയമാകുമ്പോഴേ കിളിച്ചു വരത്തുള്ളൂ. ഇതിനെ മാറ്റിക്കളയണം. നിന്റെ നിലവാരത്തെ ദൈവം ഉയർത്തും. നിന്റെ ആത്മീയ ജീവിതത്തെ ദൈവം പണിയും. ഇസ്രായേൽ മക്കളെ അക്കരെ എത്തിച്ചു. പക്ഷെ അക്കരെ എത്തിച്ചവരുടെ കണക്ക് നോക്കിയാൽ ഇറങ്ങി തിരിച്ചവരുടെ കൂട്ടത്തിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാർ, സ്ത്രീകളുണ്ടായിരുന്നു. സ്ത്രീകളിൽ മിക്കവാറുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പുരുഷന്മാർ ഇറങ്ങി തിരിച്ചവരിൽ 2 പേര് മാത്രം. ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ ഈ സ്ത്രീകളും കുഞ്ഞുകുട്ടികളും അക്കരെ എത്തും. നിങ്ങളിവിടെ കരഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് അമോരിയുടെ മുമ്പിൽ കൊന്നുകളയാനാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പിറുപിറുത്ത പുരുഷന്മാരെല്ലാം മരിച്ചു പോകും. പക്ഷേ നിങ്ങൾ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുഞ്ഞുകുട്ടികളോട് എത്തും. പുരുഷന്മാരാ മരിച്ചുപോയെ. പുരുഷന്മാർ 2 പേര് അക്കരെ കയറിയ, 2 പേര്. എന്താ കയറാനുള്ളതിൻ്റെ കാരണം?
അവർക്ക് മറ്റൊരാത്മാവുണ്ടായിരുന്നു. അവർ യഹോവയോട് പറ്റി നിന്നു. എന്താ നമുക്ക് ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നോക്കാം. അക്കരെ എത്തിക്കഴിഞ്ഞിട്ട് നാളുകൾ കഴിഞ്ഞു. യോശുവ മരിച്ചു. അത്ഭുതം കണ്ട ആ തലമുറകളെല്ലാം ദൈവത്തെ സേവിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ച കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ മറുപടി പറയാം. ഇസ്രായേലിനെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും നടത്തി ഇവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്നു. എന്തിയെ മേഘസ്തംഭവും അഗ്നിത്തൂണും എന്തിയെന്ന് ഞാൻ ചോദിച്ചു. അതെന്തിയെ? ഇസ്രായേൽ മക്കളുടെ സമാഗമന കൂടാരം പണിതപ്പോൾ അതിൻ്റെ മധ്യ വന്നു. ആ മധ്യ വരിക മാത്രമല്ല, ഇവരുടെ ചുറ്റിനും തീമതിലായിരുന്നു. നിന്നെ ദൈവം ഒരിടത്ത് എത്തിക്കുക മാത്രമല്ല, നിന്നെ അവിടെ വളർത്താനും കൂടെ ദൈവം കാവലായിത്തീരും. അയ്യോ, ഒരു സ്തോത്രം പറയാമോ കേട്ടോ. നിങ്ങളെ ഒരു സ്ഥലത്ത് എത്തിക്കുക മാത്രമല്ല, അവിടെ എന്തോ പറ്റും? നിങ്ങളുടെ ചുറ്റിനും എന്തോ ആയിട്ട് തീരും? തീമതിലായിത്തീരും. അപ്പം ദൈവം അവിടെ തീമതിലായി തീർന്നു. ഈ തീമതിലുണ്ടായിരുന്നു. ദൈവത്തെ തീമതിലിനകത്ത് അറിഞ്ഞവരെല്ലാം സേവിച്ചു. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണാതെ ദേശത്തുള്ള സിസ്റ്റങ്ങളുടെ പുറകെ പോയി, കൾച്ചറിൻ്റെ പുറകെ പോയി, മ്ലേച്ഛതയുടെ പുറകെ പോയി, ബിംബാരാധനയുടെ പുറകെ പോയി. പക്ഷെ എന്തു പറ്റിയെന്നറിയാമോ? ഇവരെ ദൈവം അവരുടെ ചുറ്റുമുണ്ടായിരുന്ന കാവലിനെ ദൈവം അങ്ങ് മാറ്റി. കാവലിനെ അങ്ങ് മാറ്റിയപ്പോൾ ശത്രു ഇങ്ങോട്ട് വന്ന് ഞെരുക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഇന്ന് കേട്ടോ, മനസ്സിലായിക്കും എന്തുകൊണ്ടാണ് ചില കുടുംബത്തിൽ ഞെരുക്കം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ചില കുടുംബത്തിൽ ചിലയിടത്ത് ഞെരുക്കമാണ്, ചിലയിടത്ത് രോഗമാണ്, ചിലയിടത്ത് സാത്താനി അറ്റാക്കാണ്, ചിലയിടത്ത് ശത്രുവിൻ്റെ പ്രശ്നമാണ്, ചിലയിടത്ത് നന്മയില്ല. എത്ര പ്രാർത്ഥിച്ചു, നന്മയില്ല. സമയമാകുമ്പോൾ എല്ലാം പോയി. ചിലയിടത്ത് ജീവിതത്തിൽ ഒരു രീതിയിൽ ഇവർക്ക് സന്തോഷിക്കാൻ പറ്റും വയ്യ. ഒരു രീതിയിൽ അനുഗ്രഹമില്ല. എന്താ കാരണം? ജീവിതത്തിന് നേരെയുള്ള അടിസ്ഥാനത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില വേരിനെ പിടിതുകളാണ് കേട്ടോ. എങ്ങനെ പിടിതുകളയുന്നത്? മുന്നോട്ട് പഠിക്കാൻ പോവാം. നോക്കിയേ, ഇസ്രായേൽ മക്കൾ അവർ ദൈവത്തിന്റെ പ്രമാണം വിട്ടപ്പോൾ ശത്രു കയറി വന്നു. ശത്രു കയറി വരുന്ന സമയത്ത് എന്തുകൊണ്ട് കയറി വന്നേ? വിഗ്രഹാരാധന, പാപം, മ്ലേച്ഛത, ദൈവത്തിന്റെ വഴികളെ വിട്ടു നടന്നു. അതുകൊണ്ട് ദൈവം അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കരഞ്ഞു. ഇസ്രായേൽ മക്കൾക്ക് അടി കിട്ടിയപ്പം കരഞ്ഞു. ചിലതിങ്ങനെ ശരിക്കും കിട്ടേണ്ടത് കിട്ടുമ്പോഴേ ഇവർക്ക് മാനസാന്തരം വരുന്നു. എന്തിനായി മേടിക്കുന്നത്? അതിന് മുമ്പേ അങ്ങ് മാനസാന്തരപ്പെടും. എന്തിനാ അടി മേടിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ, കർത്താവേ എന്നെ അടിക്കല്ലേ, എന്നെ ഒന്ന് പേടിപ്പിച്ചാൽ മതിയെ, ഞാൻ നന്നായിക്കൊള്ളാമേന്ന്. എന്നെ അടിക്കല്ലേ, ഞാൻ ഒന്ന് പേടിപ്പിച്ചാൽ മതിയെ, ഞാൻ നന്നായിക്കൊള്ളാമേന്ന്. ചിലർ അടി മേടിച്ചു, 2 മേടിച്ചു, എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് അടി കിട്ടിയപ്പം കരയാൻ തുടങ്ങി. ദൈവം അന്ന് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപന്മാരെ കേട്ടോ. ഒന്നാമത്തെ ന്യായാധിപനായിരുന്നു ഒത്നിയേൽ. ആദ്യത്തെ ന്യായാധിപനായിരുന്നു. BC 3550 തൊട്ട്. ഓക്കെ, ഒത്നിയേലിനെ എഴുന്നേൽപ്പിച്ചു. ഒത്നിയേല് 8 വർഷം 40 വർഷം ഇസ്രായേലിന് സമാധാനം ഉണ്ടായി, സ്വസ്ഥത ഉണ്ടായി. 8 വർഷം ഒപ്രസ് ചെയ്തായിരുന്നു, ശത്രു ഒപ്രസ് ചെയ്തായിരുന്നു. തൻ്റെ കാലഘട്ടം ഏകദേശം 48 വർഷമാണ്. നോക്കിയേ, ഒത്നിയേൽ മരിച്ചു. പിന്നെ വന്നു. പിന്നെ ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു. പിന്നെ നിലവിളിച്ചു. അടുത്ത ആളിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അടുത്ത ആളുടെ പേരെന്തുവാ? നഗശോൻ അല്ലേ? നഗശോനെ എഴുന്നേൽപ്പിച്ചു. അടുത്ത ആളിനെ എഴുന്നേൽപ്പിച്ചു, നഗശോൻ. അതിനുശേഷം അടുത്ത ആളിനെ എഴുന്നേൽപ്പിച്ചു. എന്തുവാ? എഗ്ലോൻ. അടുത്ത ആളിനെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ ഏകദേശം 10ഓളം ന്യായാധിപന്മാർ. നോക്കി, ഏകദേശം ഏറ്റവും ലാസ്റ്റ് വരുന്നത് ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ വരുന്നത് ആരാന്നറിയാമോ? സാംസണാണ്. എവിടെയാ സാംസൺ? സാംസണെ എഴുന്നേൽപ്പിച്ചു ന്യായാധിപന്മാർ. ശിംശോനെ എഴുന്നേൽപ്പിച്ചു. ഓരോ ന്യായാധിപന്മാരെ മാറി. എന്താ പറ്റിയത്? ദൈവമല്ലേ ഇവർക്ക് കാവല് കൊടുത്തത്? എങ്ങനെ ഈ കാവല് നഷ്ടമായി?
നിങ്ങൾ ചിന്തിച്ചോ, നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ റിസ്റ്റോറേഷനും കൂടെ ചിന്തിക്കുക. എങ്ങനെ കാവൽ നഷ്ടമായി? ഐഡൽ വർഷിപ്പ്, വിഗ്രഹാരാധന, മ്ലേച്ഛത, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല. ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ് കേട്ടോ. നിങ്ങളെന്നും ദൈവത്തോടുള്ള നിയമത്തിൽ ഇടപാടുകളിൽ നോക്കിക്കോണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ദൈവത്തോടുള്ള ഇടപാട്. ഞാൻ എല്ലാ ദിവസവും പറയും, ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കിടന്ന് ഉറങ്ങും. പണ്ട് സൺഡേ എനിക്ക് നേരത്തെ ഇതിൻ്റെ അപ്പുറമായിരുന്നു. ഞാൻ എലഹങ്ക താമസിക്കുമ്പോൾ എലഹങ്കയിൽ എനിക്ക് മേക്കർ സർക്കിളിൽ വരണം. ഹെബ്ബാൾ ഫ്ലൈ ഓവർ അന്നില്ല. എനിക്ക് മേക്കർ സർക്കിളിൽ വരണം. തണുപ്പത്ത് ആകെപ്പാടെ നല്ല വണ്ടികളൊക്കെ വരുന്നത് റോഡുള്ളത് ഗംഗനള്ളി വരെ ഉള്ളൂ. ഗംഗാനഗർ CBI റോഡിന് അവിടെ വരെ ഉള്ളൂ വണ്ടികൾ ശരിക്കുള്ളത്. ബാക്കി മൊത്തം പിന്നെ കാടുകളാണ്. റോഡിലെല്ലാം മരം വെച്ച് പിടിപ്പിച്ചേക്കോ. റോഡിൻ്റെ 2 സൈഡിൽ വൺ ലൈൻ റോഡാണ്, ഡബിൾ ലൈൻ അല്ല, വൺ ലൈൻ റോഡാണ്. ഞാൻ അതോടെ ജോലി കഴിഞ്ഞിട്ട് പൊക്കോണ്ടിരുന്നത്. സൺഡേ രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. രാവിലെ എഴുന്നേറ്റു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നെ പരിശുദ്ധാത്മാവ് തന്നെ അങ്ങനെ ട്രെയിൻ ചെയ്ത ഇന്ന് എന്നെ ഇവിടെ കൊണ്ട് നിർത്താൻ. സൺഡേ കുളിച്ച് റെഡിയായി. തണുപ്പൊന്നും ആവശ്യമില്ല, അവിടെ ചൂടുവെള്ളമുണ്ട്. അന്ന് തന്നെ അവിടെ എല്ലാ ഫെസിലിറ്റിയുമാണ്. അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ കൂടുതലാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ഗ്രാൻഡ് മദർ അവിടെ കാണും. ഗ്രാൻഡ് മദറിനോട് പറഞ്ഞൊരു കോഫി ഇടിക്കും. ഒരു 6 മണിയാകുമ്പോൾ, അല്ല 5:30 ആകുമ്പോൾ, 6 മണിയാകുമ്പോൾ ഒരു കോഫി ഇടിക്കും. ഇട്ട് കുടിച്ചു. ഞാൻ പോയി. ഞാൻ തിരിച്ച് ഉച്ച കഴിഞ്ഞിട്ട് വരുമ്പോഴായിരിക്കും, നീ എപ്പം പോയെന്ന് ചോദിക്കും. എൻ്റെ മാവിയൊക്കെ ചോദിക്കും, നീ എപ്പം പോയി? ഞാൻ പറഞ്ഞു, രാവിലെ ഞാൻ പോയി. എന്നോട് പറയുന്നൊരു മറുപടിയാണ്, റോയി, നിങ്ങൾ പല പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ട്, നീ ജോലിക്ക് പോകാൻ ഇതുപോലെ എഴുന്നേറ്റ് പോയായിരുന്നെങ്കിൽ. ജോലിക്ക് പോകാൻ 8:30 ബസ്സിന് ഞാൻ 7:30 അല്ലേ എഴുന്നേക്കത്തുള്ളൂ, അല്ലെ 8 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ. എന്നിട്ട് കുളിച്ചു പെട്ടെന്ന് ഒരൊറ്റ പോകാം. പക്ഷേ കർത്താവിൻ്റെ സൺഡേ എനിക്ക് ആരും സാലറി തരത്തില്ല, ഒന്നുമില്ല. എനിക്ക് സാലറി, ഞാൻ വെളി ജോലി ചെയ്യാന്ന്. എൻ്റെ സാലറി അന്നത്തെ വെളി ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ 1500 രൂപ ഒരു മാസം കിട്ടുന്ന പൈസ, ഒരു മാസം. സൺഡേ എൻ്റെ കയ്യിലുള്ള അല്പം പൈസയും കൊണ്ട് വേണം എനിക്ക് പോവാൻ. പക്ഷെ സൺഡേ ആരാധനയ്ക്ക് ഭയങ്കര ആഗ്രഹം. എന്നെ കർത്താവായിട്ട് പണിയാൻ തുടങ്ങി. ഒരു പൈസ ഇല്ല, കൂട്ടുകാരില്ല, ഭാഷ അറിയത്തില്ല, ഒന്നുമില്ല. എവിടെ പോവും? എങ്ങും പോകാനും പറ്റത്തില്ല, അവിടെ തന്നെ. പിന്നെ എനിക്ക് ഇഷ്ടം, സഹിക്കാൻ പറ്റാത്ത പോലെ കൂട്ടുകാരെ കിട്ടി. സഹിക്കാൻ പറ്റാത്ത പോലെ. ചുമ്മാ ഒന്ന് ഫോണിന് അന്നത്തെ SMS അയച്ചാൽ മതി. 100 കണക്കിന് പിള്ളേരെന്ന് എൻ്റെ ഫ്രണ്ട്സായിട്ട് വരുമായിരുന്നു. ബൈക്കും കൊണ്ടോ കാറും കൊണ്ടോ വരുമായിരുന്നു. പക്ഷെ കോളേജുകാരോടുള്ള മീറ്റിംഗ് നമുക്ക് നോക്കിയേ, രാവിലെ നമ്മൾ എന്ത് ദൈവത്തിന് കൊടുക്കുമോ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നിങ്ങളുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ശരീരത്തെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യും. നിർബന്ധമായി. ഏത് പ്രതിസന്ധി വരാം. ഇസ്രായേൽ മക്കൾ കരഞ്ഞു, ദൈവം ഒന്നും പറഞ്ഞില്ല. നിലവിളിച്ചപ്പോൾ ദൈവം നീക്കുപോക്ക് കൊടുത്തു. നിങ്ങൾ ഇന്നുള്ള നിങ്ങളുടെ ലെവല്, ജീവിത നിലവാരം ഉയരണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കും, ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കും, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല. എവ്രിവൺ, നിങ്ങൾ കേട്ടോ, നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളുടെ ഡോളർ അല്ല, നിങ്ങളുടെ പൗണ്ട് അല്ല, നിങ്ങളുടെ KD അല്ല, BD അല്ല, ഒന്നുമല്ല. നിങ്ങളെ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നീ പോയ സ്ഥലത്ത്, നീ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ നീ ആയിരിക്കും അനുഗ്രഹിക്കപ്പെട്ടവൻ. നീ പട്ടണത്തിനകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നീ പട്ടണത്തിന് പുറത്ത് വരുമ്പോൾ പറഞ്ഞു അനുഗ്രഹിക്കപ്പെടും. പക്ഷെ അനുഗ്രഹിക്കപ്പെടാത്തവൻ ഏത് പട്ടണത്തിൽ പോയാലും, ഇവൻ വാഷിങ്ടൺ DC പോയാലും, ഏത് പട്ടണത്തിൽ പോയാലും, പക്ഷെ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ നിൽക്കുന്നിടത്ത് വചനം അനുസരിക്കാമോ, ആ പട്ടണത്തിനകത്ത് നിന്നെ അത് ഓണർ ചെയ്യും. നിങ്ങളത് ക്ലെയിം ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഞാൻ ഇവിടെ ഒറ്റയടിക്ക് എല്ലാം കൂടെ പറഞ്ഞു നിർത്തുക.
ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമയമെടുക്കും. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ. ദൈവമക്കളെ, നിങ്ങളുടെ ലൈഫ് താഴെ കിടക്കരുതേ. നിങ്ങളുടെ ലൈഫ് എല്ലാ അളവിലും ഉയരപ്പെടട്ടെ. എവറി ഏരിയാസ് ഓഫ് യുവർ ലൈഫ് ഷുഡ് ബി ഇൻ ഹയർ ലെവൽ. ഒന്നാമത് നിങ്ങളുടെ സ്പിരിച്വൽ ഏരിയ നിങ്ങൾ ബിൽഡ് ചെയ്യും. ബാക്കി എല്ലാം പുറകാലെ വന്നു. നോക്കിയേ, സാംസൺ വരെ കഷ്ടപ്പെട്ടു അല്ലേ? ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്കിയോ. ഒത്നിയേൽ തൊട്ട് എത്ര ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ ചോദ്യം, തമ്പുരാനല്ലേ ഈ സ്ഥലത്ത് കൊണ്ടുവന്നേ? നമുക്ക് ചോദ്യം ചോദിക്കാം. തമ്പുരാനല്ലേ ഈ സ്ഥലത്ത് കൊണ്ടുവന്നേ? ഞങ്ങൾ ആ മിസ്രൈമിൽ അടിമയായിട്ട് കിടന്നു അവിടുന്ന് വിടുവിച്ച് ഇവിടെ ദൈവമല്ലേ കൊണ്ടുവന്നേ? പിന്നെ എന്തിനാ ഞങ്ങൾക്ക് കാവൽ തരാ? ഞങ്ങളുടെ ദൈവത്തിൻ്റെ കുഴപ്പമല്ല ഇത്. ദൈവത്തിൻ്റെ കുഴപ്പം. യഹോവയുടെ പ്രമാണങ്ങളെ നീ അനുസരിച്ചാൽ മതി. അത് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നീ അനുസരിച്ചാൽ മതി. നിനക്ക് അനുഗ്രഹമാണ്. അവൻ്റെ പ്രമാണത്തിനകത്ത് നിനക്ക് വേണ്ടിയിട്ടുള്ള ഡോളറുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. പൈസയ്ക്ക് വേണ്ടി പറയുന്നതല്ല. പക്ഷെ നമുക്ക് ചില അവൻ്റെ പ്രമാണത്തിനകത്ത് സൗഖ്യം കിടപ്പുണ്ട്. അവൻ്റെ പ്രമാണത്തിനകത്ത് നന്മ കിടപ്പുണ്ട്. അവൻ്റെ പ്രമാണത്തിനകത്ത് നിനക്ക് വേണ്ടിയ ബലം കിടപ്പുണ്ട്. അവൻ്റെ പ്രമാണത്തിനകത്ത് നിനക്ക് വേണ്ടിയ ജോലി കിടപ്പുണ്ട്. അവൻ്റെ പ്രമാണത്തിനകത്ത് നിനക്ക് വേണ്ടി പ്രമോഷൻ കിടപ്പുണ്ട്. അവൻ്റെ പ്രമാണത്തിനകത്ത് നിനക്ക് വേണ്ടിയ വിദ്യാഭ്യാസം കിടപ്പുണ്ട്. അവൻ്റെ പ്രമാണത്തിനകത്ത് നിനക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാം കിടപ്പുണ്ട്. അപ്പം നമ്മൾ എന്തിനു പുറകെ പോകണം? അവൻ്റെ വചനവും അവൻ്റെ പരിശുദ്ധാത്മാവും. എൽ ബഥേൽ ഏജി ചർച്ച് ഒരു കാര്യം ഓർത്തോണം. വചനം നിങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കും അല്ലേ? പക്ഷേ വചനം മാത്രമല്ല നമുക്ക് വേണ്ടിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേണം കേട്ടോ. ചില സഭകൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വചനമുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെങ്ങില്ല. ഗ്രീക്കും ഹീബ്രുവും എബ്രായ കൾച്ചറും എല്ലാം അറിയാം, എല്ലാ ലത്തീനും എല്ലാ കൺകോർഡൻസും എവറിത്തിങ് അറിയാം. പക്ഷെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ജനത്തിന് വിടുതലില്ല. ഒരു വിടുതലില്ല. ഭയങ്കര വചനവും റൂട്ടും ഗ്രീക്കും എവറിത്തിങ് പറയും, ഒന്നുമില്ല. പക്ഷെ മറ്റു ചിലയിടത്ത് ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഭയങ്കര ബഹളവുമില്ല, പക്ഷെ വചനത്തിൻ്റെ അടിസ്ഥാനമില്ല, വേരില്ല. എന്തു പറ്റും? ഇത് രണ്ടും തെറ്റെന്നല്ല, ഇത് രണ്ടും അല്ല അതിൻ്റെ കോമ്പിനേഷൻ. തെറ്റെന്ന് പറഞ്ഞത് എൻ്റെ മിസ്റ്റേക്ക്, സോറി. പക്ഷെ അതിൻ്റെ കറക്റ്റ് എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളെ വിട്ടുകളയില്ല. ഒരു വശത്ത് ദൈവത്തിൻ്റെ വചനം, മറുവശത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നോക്കിയേ, ഇവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഇപ്പം നെഹെമ്യാ നിലവിളിക്കുന്നത് പോലെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. നീക്കുപോക്ക് കൊടുത്തു. ഇവിടുന്ന് ഞാൻ മാറട്ടെ. നിലവിളിച്ചാൽ വിടുതലുണ്ട്. പക്ഷെ നമ്മൾ നിലവിളിക്കാൻ പോകുന്നതിന് മുമ്പേ കർത്താവേ, വചനത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല. വചനത്തിന് വിരുദ്ധമായിട്ടുള്ളത്. ന്യായാധിപന്മാരുടെ ചരിത്രം ഏകദേശം 400 വർഷമാണ്. 400 വർഷത്തോളമാണ് ന്യായാധിപന്മാരുടെ ചരിത്രം. ഏകദേശം 336 വർഷം ന്യായാധിപന്മാരുടെ ചരിത്രം കേട്ടോ. എവിടെ തൊട്ട് എവിടെ വരെയാ? BC 1350 തൊട്ട് എവിടെ വരെയാ? ശലോമോൻ്റെ ഏലി പുരോഹിതൻ്റെ കാലഘട്ടം വരെ. ശലോമോൻ്റെ കാലഘട്ടം വരെ. ശലോമോൻ ദാവീദിൻ്റെ കാലഘട്ടം വരെ. അതെ, നോക്കിയേ, ശലോമോനല്ല, ദാവീദിൻ്റെ കാലഘട്ടം വരെ വരും. നോക്കിയേ, ഇത്രയും നാൾ. പിന്നീടാണ് രാജാക്കന്മാർ വരുന്നത്. ഒന്നാമത്തെ രാജാവിനെ ദൈവം അഭിഷേകം ചെയ്തു. എന്തു പറ്റി? പുള്ളി ദൈവത്തെ പറഞ്ഞ എല്ലാം കേൾക്കത്തില്ല. പുള്ളിയുടെ കയ്യിലിരിപ്പ് കൂടെ കുറച്ചും കൂടി ഇടുമായിരുന്നു. ദൈവം അവനെ തള്ളിക്കളഞ്ഞു. എന്തു പറ്റി? ശൗല് മാറി, അടുത്ത രാജാവ് ദാവീദ് വന്നു. ദൈവം പറഞ്ഞ അനുസരിച്ചു. ശത്രുക്കളെ മൊത്തം ദൈവം മാറ്റിക്കളഞ്ഞു.
നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ശത്രുക്കളെ മൊത്തം ദൈവം മാറ്റിക്കളഞ്ഞു. ശലോമോൻ വന്നു. ദാവീദിന്റെ കാലത്ത് ദൈവം സ്വസ്ഥത കൊടുത്തു. ശലോമോന്റെ കാലത്തും ഒരു സമയം വരെ ദൈവം സ്വസ്ഥത കൊടുത്തു. ഈ നോക്കി, ഇത്രയും കാലഘട്ടം, ഏകദേശം നീണ്ട 400ഓളം കാലഘട്ടം, 350 തൊട്ട് 950 വരെ 400 വർഷത്തോളം, 400 വർഷത്തോളം. നമുക്ക് ഇവിടുന്ന് മാറാം. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്താ ബൈബിളിൽ എഴുതിയേക്കുന്നത്? യോശുവ ജനത്തെ കൊണ്ടുവന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ന്യായാധിപന്മാരുടെ കാലഘട്ടം മൊത്തം, ഗ്ലോറി യേശുവേ. അടുത്തതിലേക്ക് മടങ്ങി വരാം. അടുത്തതിലേക്ക്. അപ്പം ന്യായാധിപന്മാരുടെ കാലഘട്ടം ഞാൻ പറഞ്ഞു. ഇനി അടുത്തത്, നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടു, ഇത് കണ്ടു, ഇത്രയും കണ്ടു. ഇവിടെ മടങ്ങി വന്നപ്പോൾ ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു. മടങ്ങി വന്നപ്പോൾ ദൈവം അവർക്ക് വിടുതൽ കൊടുത്തു. ദൈവമക്കളെ, നിങ്ങളുടെ വീട് പ്രൊട്ടക്റ്റഡ് ആകട്ടെ. നിങ്ങളുടെ വീടിനകത്ത് പ്രൊട്ടക്ഷൻ നടക്കുന്നത് പോലെ തന്നെ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കളയണം. ഞാൻ പറയും, ചിലരുടെ ലൈഫിൽ വിടുതൽ നടക്കേണ്ടത് വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലാണ്. മറ്റു ചിലരുടെ ലൈഫിൽ വിടുതൽ നടക്കേണ്ടത് എന്തു പറ്റുന്നറിയാമോ? സൈക്കോളജിക്കലിയാണ്. മറ്റു ചിലരുടെ ലൈഫിൽ വിടുതൽ നടക്കേണ്ടത് ഇമോഷണലിയാണ്. മറ്റു ചിലരുടെ ലൈഫിൽ നടക്കേണ്ടത് ഫിനാൻഷ്യലിയാണ്. പല ഏരിയകളിലാണ്. ഈ ജനറേഷൻ ബ്രേക്കിംഗ് ദ ജനറേഷൻ പ്രോബ്ലം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം ചോദിക്കുന്നൊരു ചോദ്യമാണ്, വചനം പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നില്ലെങ്കിൽ, വചനം പറഞ്ഞേക്കാം, നീ പോകുന്നിടം കൈവെക്കുന്നിടം നിങ്ങൾ എന്തോ കൃഷി ചെയ്താൽ നിന്റെ ആടുകളുടെ പിറപ്പ്, മാടുകളുടെ പിറപ്പ്, കൈ തൊടുന്നത്, എവറിത്തിങ് നീ ബ്ലെസ്ഡ് ആയിരിക്കും. കാരണം നിന്റെ മീതെ ദൈവത്തിന് അനുഗ്രഹമുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മുടെ ലൈഫിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ, അതിൻ്റെ ആ ജീവൻ, പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ജീവനും ബലവും നമ്മുടെ മേൽ വെളിപ്പെടുന്നില്ലെങ്കിൽ എവിടെയാ കുഴപ്പം? ആർക്കാ കുഴപ്പം? പറഞ്ഞോ, ആർക്കാ കുഴപ്പം? വചനത്തിനാണോ കുഴപ്പം? നമ്മൾ എവിടെയൊക്കെയോ ക്ലിയർ ആകാനുള്ളതാണോ? നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു രീതി വന്നിട്ട് പൊത്തുവരത്തതിൽ അങ്ങ് പോവാം. അങ്ങനെ പോകല്ലേ. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്നവരാകണം. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഗ്രഹിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ ലൈഫ് ഈ അനുഗ്രഹം എന്ന് പറഞ്ഞു വരുമ്പം കർത്താവിനെ മറന്നുള്ളതല്ല, കർത്താവിൻ്റെ ആ നന്മയാണ്. കർത്താവ് തരുന്ന നന്മയാണ്, കർത്താവ് തരുന്ന അനുഗ്രഹമാണ്. പക്ഷേ സെയിം ടൈമിൽ പൗലോസ് പറയുന്നത്, എനിക്ക് കഷ്ടതയിലും ഇരിക്കാൻ അറിയാം, എനിക്ക് സമൃദ്ധിയിലും ഇരിക്കാൻ അറിയാം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നവരാകണം. അത് അഹങ്കാരത്തിന് വേണ്ടിയോ മറ്റൊരാളുടെ മുമ്പിൽ കാണിക്കേണ്ടതിന് വേണ്ടിയോ അല്ല. ദൈവസന്നിധിയിൽ വളരെ പരിജ്ഞാനത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. കേട്ടോ, ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണം. അതിന് അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റിക്കളയണം. ഒന്ന്, ജഡ്ജസിന്റെ പുസ്തകം നമ്മൾ കണ്ടു. അടുത്ത നമ്മൾ വരിക, പാപം വന്നപ്പം ഇസ്രായേൽ മക്കൾ പോയിടത്ത് തോറ്റുപോയി. യുദ്ധത്തിന് പോയതാ, തോറ്റുപോയി. വായിക്കാം, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 11 തൊട്ട് 13 വരെ. നമുക്കിന്ന് പറ്റുവാണെങ്കിൽ 2-3 കാര്യങ്ങൾ വേഗത്തിൽ കവർ ചെയ്യാം. സ്പീഡിന് ഞാൻ പാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അത് വരുമ്പോഴത്തേന് ഹായ് എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തെ തകർക്കാൻ പോവാം, യുദ്ധത്തിൽ പിടിക്കാൻ പോവാം. അതിനു മുമ്പേ
എരിഹോ എന്ന് പറയുന്ന ഒരു വലിയ പട്ടണത്തെ തകർത്തു. എരിഹോ എന്ന് പറഞ്ഞാൽ, എരിഹോ പട്ടണം കനാൻ ദേശത്തുള്ള ഒരു ഭയങ്കര കോട്ടയുള്ളൊരു പട്ടണമാണ്. 2 കോട്ടയുള്ളൊരു പട്ടണമാണ് കേട്ടോ, എരിഹോ എന്ന് പറഞ്ഞൊരു പട്ടണം. ഇതിൻ്റെ അകത്ത് 165 വ്യത്യസ്ത ക്ഷേത്രങ്ങൾ ഇതിനകത്തുണ്ട്. 165 വ്യത്യസ്ത ക്ഷേത്രങ്ങൾ ഇതിനകത്തുണ്ട്. ഈ 2 മതിൽക്കെട്ടിനിടയിൽ ഇത്രയും ക്ഷേത്രങ്ങളുണ്ട്. 165 എണ്ണം. അതിൻ്റെയൊക്കെ കണക്കും ചരിത്രങ്ങളും ഒക്കെ ഞാൻ പറയാം. ഇത് തകർക്കാൻ പറ്റത്തില്ല. എരിഹോ പട്ടണം പിടിക്കാൻ പറ്റത്തില്ലെന്നാ, കയറാൻ പറ്റത്തില്ല, അടച്ചു വെച്ചേക്കുക. പക്ഷെ ഈ പട്ടണത്തെ ഇടിച്ചു കളഞ്ഞു. എങ്ങനെ ഇടിച്ചു കളഞ്ഞു? ആർപ്പിട്ടു. പട്ടണം ഇടിഞ്ഞു പോയി. യുദ്ധം ചെയ്താന്നോ ഇടിച്ചേ? ബോംബ് പൊട്ടിച്ചാന്നോ ഇടിച്ചേ? നിങ്ങളൊന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇടിഞ്ഞത്? ആർപ്പിട്ട. ദൈവജനം ആർപ്പിടുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചിലത് ഇടിഞ്ഞു പോകും കേട്ടോ. ഇന്നും അത് സംഭവിക്കും. നമ്മൾ വായ് തുറന്ന് സംസാരിക്കണം. ചിലത് ദൈവത്തെ സ്തുതിക്കണം, ക്ലിയർ ആയിട്ട് പറയണം, ആർപ്പിടണം. അതിനു മുമ്പിൽ ചിലത് ഇടിഞ്ഞു പോകും. ഇത് ഇടിച്ചുപോയി. അടുത്ത പട്ടണത്തിൽ കയറി എരിഹോ മതിലിനെയും രാജാവിനെയും സകലത്തെയും തകർത്തു, ശബദാർപ്പിതമാക്കി മാറ്റി. ദൈവം പറഞ്ഞു ഇതിനകത്തുള്ള ഒന്നും എല്ലാം ശബദാർപ്പിതമായിരിക്കണം. എല്ലാം കഴിഞ്ഞു. പക്ഷെ അടുത്ത പട്ടണത്തിലേക്ക് പോവാ. അടുത്ത പട്ടണം കൊച്ചൊരു പട്ടണം, ഹായ് എന്ന് പറഞ്ഞൊരു പട്ടണം. ഹായ്. ആ പട്ടണത്തിലേക്ക് പോയി, യുദ്ധത്തിന് പോയി. പറഞ്ഞ ഒത്തിരി പേര് പോകണ്ട, ഒരു 3000 പേര് പോയാൽ മതി. 3000 പേര് യുദ്ധത്തിന് പോയി. 3000 പേര് യുദ്ധത്തിന് വേണ്ടി പോയി. അങ്ങോട്ട് പോയി 3000 പേര് പോയിട്ട് എന്നാ പോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. എത്ര ലക്ഷം പട്ടാളക്കാരുണ്ട് ഇപ്പോൾ? എത്ര ലക്ഷം പട്ടാളക്കാരുണ്ട്? ഇസ്രായേലിൻ്റെ കൂടെ ഏകദേശം എത്ര ലക്ഷം പട്ടാളക്കാരുണ്ട്? ഏകദേശം 6 ലക്ഷം പട്ടാളക്കാരുണ്ട് കേട്ടോ. 6 lakh കേട്ടോ. 6 lakh സോൾജിയേഴ്സ് ഉണ്ട്. ഏറ്റവും 6 lakh കൂടുതലുണ്ട്. 6 ലക്ഷം പട്ടാളക്കാരുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഇത്രയും പട്ടാളക്കാർ പോകാതിരിക്കാൻ എത്ര പേരെയാ പറഞ്ഞ ഹായ് പട്ടണത്തിന് നേരെ? പറഞ്ഞു 3000 പേര്. അപ്പം അത്രയും ചെറുതാ പട്ടണം. 3000 പേര് പോയാൽ മതി. ഇതിൻ്റെ ദശാംശം പോലും ഇല്ല അല്ലേ? 6 ലക്ഷത്തിൻ്റെ ദശാംശം എന്ന് പറഞ്ഞാൽ എത്ര? 60,000. 3000 പേര് പോയാൽ മതി. 6000 പോലും പോണ്ട അല്ലേ? 6000 പോലും പോണ്ട. 3000 പേര് പോയാൽ മതി. പക്ഷേ പോയിട്ട് 36 പേര് മരിച്ചുപോയി. 36 പേര് തോറ്റ്. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ തുന്നം പാടി തിരിച്ചു വന്നു. തോറ്റുപോയി. 36 പേര് മരിച്ചു. 36 പേര് മരിച്ചിട്ട് തിരിച്ചു പോകുന്ന ദൈവസന്നിധിയിൽ ഇവരൊന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ മുമ്പിൽ തോട്ടോടി. തിരിച്ചു വന്ന് ജോഷുവോട് പറയുമ്പോൾ ജോഷുവ വസ്ത്രം കീറി, നെടുമ്പാട് വീണു. വസ്ത്രം കീറുക എന്ന് പറഞ്ഞ ആ വേർഡിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ തകരുക എന്നാണ്. ദൈവസന്നിധിയിൽ താഴ്ത്തുക, തകരുക. അന്നത്തെ കാലത്ത് വസ്ത്രം കീറി രട്ടുടുത്തു എന്ന് പറഞ്ഞാൽ, വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ തകരുക, ദൈവസന്നിധിയിൽ താഴ്ത്തുക, ദൈവസന്നിധിയിൽ ഉടഞ്ഞു വീഴുക. രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ താഴ്മ ധരിക്കുക എന്നർത്ഥം. രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം എന്തുവാ? താഴ്മ ധരിക്കുക, ഹമ്പിളാകുക. നമ്മുടെ ഈ വസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അങ്ങ് ഹമ്പിളാവുക, താഴ്മ ധരിക്കുക. കർത്താവേ, എൻ്റെ പ്രൈഡും എൻ്റെ പ്രൗഡും എൻ്റെ സ്ഥലവും എൻ്റെ മാന്യത ഒന്നുമല്ല. ദേ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് ഒരു 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 പരാജിതനായി താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നു. വസ്ത്രം കീറി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു. യോശുവയോട് ദൈവം ചോദിച്ചു, എന്തിനാ യോശുവ നീ നെടുമ്പാട് വീണ് കിടക്കുന്നേ? എന്തിനാ നെടുമ്പാട് വീണ് കിടക്കുന്നേ? നിന്റെ പാളയത്തിനകത്ത് ശാപമുണ്ടെന്ന ബൈബിളിലെ വേർഡ്. ശാപമുണ്ട്. നിങ്ങളോട് കൊള്ള എടുക്കല്ലെന്ന് പറഞ്ഞത് ഒരുത്തൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ ജനറേഷണൽ പ്രോബ്ലങ്ങളുടെ വിഷയം പഠിപ്പിക്കാം കേട്ടോ. ഇത് തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയം എടുക്കാം. ഓരോ കുടുംബങ്ങൾക്കും വിടുതലാകും.
36 പേര് മരിച്ചു പോകാൻ കാരണം ഒരു പുള്ളിയാണ്. ഒരു പുള്ളി. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? 36 പേര് മരിച്ചു പോകാനുള്ളതിൻ്റെ കാരണം ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേ? ഇസ്രായേലിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്രഭു തെറ്റ് ചെയ്താൽ ശിക്ഷ ആരുടെ മേൽ വരും? ജനത്തിൻ്റെ മീതെ വരും. ജനത്തിൻ്റെ മീതെ. ഈ ഒരു വ്യക്തിയുടെ ശാപം പുള്ളി പൊക്കിക്കൊണ്ട് എടുത്തോണ്ട് വന്ന കുഴിച്ചിട്ടു. ആരും അറിയാതെ കൊണ്ട് കുഴിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ജനറേഷൻ പ്രോബ്ലങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് വലിയൊരു വിഷയമുണ്ട്. അതിനകത്ത് ആ വേറൊരു ആംഗിൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. ഇതിപ്പോൾ ഓരോ ആംഗിളെ നിങ്ങളോട് പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇതെല്ലാം പോകാനുള്ള കാരണം? 36 പേര് മരിക്കാനുള്ള കാരണം ദൈവം പറഞ്ഞു, നിന്റെ പാളയത്തിൽ ശാപമുണ്ട്. പിടിച്ചു. ആഖാനെ പിടിച്ചു. ആഖാന് വെള്ളിയാഭരണങ്ങളും പൊന്നും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും എരിഹോവിൽ പോയി കണ്ടത് ശപഥാർപ്പിതം കൊണ്ട് കുഴിച്ചിട്ടേക്കുക. കണ്ടുപിടിച്ചു. ചീട്ട് വീണു. അവസാനം ആഖാനെ അവൻ്റെ കുടുംബത്തെ അതോടുകൂടെ തകർത്തു കളഞ്ഞു. അത് പഴയ നിയമത്തിൻ്റെ പ്രമാണം. ആഖാനെ അവൻ്റെ കുടുംബത്തെ തകർത്തു കളഞ്ഞു. പഴയ നിയമത്തിൻ്റെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല കേട്ടോ. പുതിയ നിയമത്തിൽ മാനസാന്തരത്തിന് അവസരം തരും. ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പേ ഉള്ളൂ. മാനസാന്തരത്തിന് അവസരമുണ്ട്. ഇല്ലെങ്കിൽ മാത്രമേ 2-3 പേരുടെ വായ്മൊഴിയാൽ പോയി പറഞ്ഞു കൊടുക്കണം. കേൾക്കുന്നില്ല, പിന്നെയും റിബല്യനാണെങ്കിൽ അവനെ പുറത്തു വിട്ടേക്കാനാണ്. ദൈവം നോക്കിക്കോളൂ. പുതിയ നിയമത്തിൽ കൃപയായതുകൊണ്ട് പാപം ചെയ്യാൻ ലൈസൻസ് ഇല്ല. പക്ഷെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കും കേട്ടോ. നോക്കിയേ, ആഖാൻ ഇത്രയും പേര് മരിച്ചു. ഒരു പുള്ളിയാണ്. ചില പാളയം, ചില സഭ, ചില സ്ഥലങ്ങൾ തകരാനുള്ളതിൻ്റെ കാരണം അനാവശ്യമുള്ളതിനെ അകത്ത് കയറ്റിയതാണ്. അനാവശ്യമുള്ളതിനെ, ബ്രൈബ് ചെയ്യുന്നവനെ, വ്യഭിചാരം ചെയ്യുന്നവനെ, അല്ലെങ്കിൽ അവന് പണമുണ്ട്, ഇങ്ങനെയുള്ള അനാവശ്യത്തിലുള്ളവനെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ന്യായീകരിച്ച് അകത്ത് കയറ്റി ദൈവം ആ പാളയത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തികളെ മാറ്റി നിർത്തി. നമ്മുടെ ലൈഫ് കൊണ്ട് ഓർത്തോണം. എന്തോന്നറിയോ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ ആക്കാൻ പോലുള്ള വ്യക്തിയുടെ അടുക്കലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെല്ലാം കെട്ടപ്പെടും. നിങ്ങളുടെ ലൈഫിലെ ഫ്രണ്ട്ഷിപ്പ് ആഖാന്റെ കൂടെ ആണെങ്കിൽ, വ്യഭിചാരിയോട് കൂടെയും കള്ളത്തരം ചെയ്യുന്നവനോട്, ചതിവ് ചെയ്യുന്നവൻ്റെ, വഞ്ചന ചെയ്യുന്നവനോട് കൂടെ ആണെങ്കിൽ അത് അവനല്ലേ ചെയ്യുന്നത്. നിന്റെ ഫ്രണ്ട്ഷിപ്പ് ആരോട് കൂടെയാണ്? നിങ്ങളുടെ നന്മകൾ പലതും മുടങ്ങും. ദൈവമക്കളുമായിട്ടുള്ള, ദൈവത്തോടുള്ള ബന്ധമുണ്ടെങ്കിൽ നമുക്ക് പാപത്തെ വെറുക്കണം, പാപിയെ സ്നേഹിക്കണം. കർത്താവേ, അവർ മാനസാന്തരപ്പെടണേ, അവനും യേശുവിനാൽ കഴുകപ്പെടണേ കർത്താവേ. പക്ഷെ പാപത്തെ വെറുക്കണം. 36 പേര് മരിച്ചു. ഇവിടെ തന്നെ നിൽക്കാം, അടുത്തതിലേക്ക് പോകും. എന്തുകൊണ്ട് ഇത്രയും പേര് മരിച്ചു? എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ പാളയം തോറ്റുപോയി? തോറ്റുപോകാനുള്ള കാരണം അനുസരണക്കേട്, ശപഥാർപ്പണം. കാവല് നഷ്ടമായി. ഇല്ല, ബൈബിളിൽ അങ്ങനെയല്ലല്ലോ. ദൈവം നിനക്ക് വേണ്ടി മുമ്പേ പോയി യുദ്ധം ചെയ്യുമെന്നല്ലേ മോനെ. വാക്യങ്ങളെല്ലാം ഉണ്ട്. വാക്യങ്ങളെല്ലാം കണ്ടീഷണലാണ്. കർത്താവ് എനിക്ക് വേണ്ടി പോയി യുദ്ധം ചെയ്യത്തില്ലായിരുന്നു. നിനക്ക് യുദ്ധം ചെയ്യാം. നീ എൻ്റെ പ്രമാണത്തിലായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നീ എൻ്റെ പ്രമാണത്തിലായിരിക്കണം. ദൈവം യുദ്ധവീരനല്ലായിരുന്നു. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ദൈവം പറയും, മോനെ നീ എൻ്റെ പ്രമാണത്തിൽ നിന്നെങ്കിൽ മാത്രമേ എൻ്റെ അനുഗ്രഹങ്ങളും നന്മയും കാവലും നിൻ്റെ മേൽ വരത്തുള്ളൂ. ദൈവം പ്രമാണങ്ങളുടെ ദൈവമാണ്, ഉടമ്പടികളുടെ ദൈവമാണ്. കുഞ്ഞു മറക്കല്ല് കേട്ടോ, മറക്കല്ല്. നോക്കിയേ, 36 പേര് മരിച്ചു. യോശുവ നെടുമ്പാട് വീണു. യോശുവ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. ഇനി അടുത്തത്, ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ആയി പട്ടണത്തിന് മീതെ ജയം കൊടുത്തു. ആഖാനെ മാറ്റിയതിനു ശേഷം പ്രാർത്ഥിച്ചു, ശുദ്ധീകരണം നടത്തിയതിനു ശേഷം വീണ്ടും കറക്റ്റ് ചെയ്തപ്പോൾ ജയം കർത്താവ് കൊടുത്തു. ഇപ്പം നമ്മുടെ ലൈഫിൽ മടങ്ങി വരവിന് വന്നാൽ
ദൈവം മടക്കി തരുമോ? മടങ്ങി വന്നാൽ ദൈവം മടക്കി തരുമോ? ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ ദൈവം എന്തോ ചെയ്യും? മടക്കി തരും നഷ്ടമായതെല്ലാം. ഗോഡ്. അടുത്തത് കുറേ കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ അങ്ങ് പഠിച്ചു മുന്നോട്ട് പോകാം. വേഗത്തിൽ. ഹായ്. അടുത്തത് ഗിദെയോൻ. ഗിദെയോൻ ഇതും കൂടെ പഠിച്ച് നമുക്ക് നിർത്താം. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. ഗിദെയോൻ ഗിദെയോൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള ഒരു വ്യക്തിയാണ് ഗിദെയോൻ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗിദെയോന്റെ കാലത്ത് അമാലേക്യരും കിഴക്കേ ദേശക്കാരും മിദ്യാനിയരും ഇങ്ങോട്ട് വന്ന് ഇസ്രായേൽ മക്കള് നിലം കൊയ്യേണ്ട സമയമാണ്. കൊയ്യത്തില്ല, നിലം വിതയ്ക്കും. എല്ലാം അതിന് വെള്ളം കോരി, രാവിലെ മഞ്ഞത്തും വെയിലത്തും ചൂടത്തും എല്ലാം പോയി വെള്ളം കോരി കഷ്ടപ്പെട്ട് അത് കൊയ്യേണ്ട പരുവമാകുമ്പം എന്താ പറ്റുമെന്നറിയാമോ? അമാലേക്യരും കിഴക്കേ ദേശക്കാരും മിദ്യാന്യരും ഇങ്ങോട്ട് വന്ന് മൊത്തം കൊയ്തോണ്ട് പോകും. എത്രയോ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് എല്ലാം അധ്വാനിച്ച് റെഡിയാക്കി വെച്ചു. എന്തിയാ മൊത്തം കൊയ്യാം സമയമായി എന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കൊയ്യേണ്ടത് മൊത്തം ആരെടുത്തോണ്ട് പോയി? മിദ്യാൻ കൊണ്ടുപോയി, ഡോക്ടേഴ്സ് കൊണ്ടുപോയി, ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയി, അവർ കൊണ്ടുപോയി, ഇവർ വർക്ക്ഷോപ്പുകാരൻ കൊണ്ടുപോയി, വണ്ടിക്കാരൻ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി, മൊത്തം കൊണ്ടുപോയി. ഇവരടുത്ത വർഷത്തേന് വിതയ്ക്കാൻ തുടങ്ങും. കൊയ്യേണ്ട സമയം. ഇനി പ്രാവശ്യം നിശ്ചയം നേരത്തെ കൊയ്യാം, മറ്റന്മാരോ നേരത്തെ കൊയ്തുകൊണ്ട് പോകും. അടുത്ത പ്രാവശ്യം വിതച്ചു. ഇങ്ങനെ പല നാളുകൾ എത്രയോ കുടുംബങ്ങളിൽ സംഭവിക്കുക. എത്രയോ കുടുംബങ്ങളിൽ ഇങ്ങനെ ഇരുന്നു. ഇസ്രായേൽ മക്കൾ മറ്റുള്ളവർ വരുന്നെന്ന് കാണുമ്പോഴേ, അമാലേക്യരും ഇവരും വരുന്നത് മിദ്യാന്യർ വരുന്നെന്ന് കാണുമ്പോഴേ ഗുഹകളിലും പോയി ഒളിച്ചു പാർക്കുക. ഇതെല്ലാം വിട്ടിട്ട്, കാരണം ജീവൻ വേണമല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം പണി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? മറ്റവർക്ക് വേണ്ടിയാണ്. പണി ചെയ്യുന്നത് മറ്റവർക്ക് വേണ്ടിയാണ്. എത്രയോ കുടുംബങ്ങളുടെ പണി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇങ്ങനെ കാലഘട്ടങ്ങൾ ഗിദെയോന്റെ കാലം വന്നപ്പം പുള്ളി ഗോതമ്പ് മെതിച്ചുകൊണ്ട് മുന്തിരിയുടെ അടുക്ക കൊണ്ട് മെതിച്ചുകൊണ്ടിരിക്കുക. അത് മുന്തിരിയുടെ കാലമല്ലായിരുന്നു. മുന്തിരി മറ്റന്മാർ കൊണ്ടുപോയി കാണും. മുന്തിരിച്ചക്കിന് അരികെ കൊണ്ട് മെതിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴേ യഹോവയുടെ ദൂതൻ തൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞു കാണും. താനൊരു പേടിത്തൊണ്ടനാണ്. യഹോവയുടെ ദൂതനെ കൊണ്ട് ഇറങ്ങി വന്ന് ചോദിച്ചു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന്. പുള്ളി കാണിക്കുന്നത് പരാക്രമമാണോ അല്ലയോ എന്ന് പുള്ളിക്ക് തന്നെ അറിയത്തുള്ളൂ. എന്തോ ഒരു പരാക്രമം കാണിച്ചു വിശപ്പിന് വേണ്ടി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. പുള്ളി ചിരിച്ചു ചോദിക്കുന്ന ചോദ്യം, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ഗതികേട് ഞങ്ങൾക്ക് വരുമോ? അങ്ങനല്ല എഴുതിയേക്കുന്നത്. പക്ഷെ ഞാൻ ആ ഭാഷയിലങ്ങ് ചോദിക്കാം, ഈ ഗതികേട് യഹോവ ഞങ്ങളെ എവിടെ കൊണ്ടുവന്നാ? അപ്പൊ കർത്താവിൻ്റെ ദൂതൻ മറുപടി പറഞ്ഞു കൊടുത്തു, നിന്റെ കുഴപ്പമാണ്, നിന്റെയും നിന്റെ പിതാക്കന്മാരുടെയും നിങ്ങളുടെ കുഴപ്പമാണ്. അന്ന് രാത്രി സ്വപ്നം കൊടുത്തു. അപ്പൊ ഇന്ന് രാത്രി തൊട്ട് പ്രാർത്ഥിക്കണം, ദൈവം സ്വപ്നം എനിക്ക് തരണേ, സ്വപ്നം തരണേ. ദൈവം വ്യക്തമായിട്ട് ദൈവം തരും. ഒരു ദിവസം പ്രാർത്ഥിച്ച് ചോദിക്കണം, കിട്ടിയില്ലയോ? അടുത്ത ദിവസം വീണ്ടും പ്രാർത്ഥിക്കണം, കർത്താവേ എന്നോട് സംസാരിക്കണം. വീണ്ടും പ്രാർത്ഥിക്കണം, കർത്താവിനോട് സംസാരിക്കണം, എനിക്ക് സ്വപ്നങ്ങളെ തരണേ, സ്വപ്നങ്ങളെ തരണേ. ചോദിക്കണം. ദൈവം ഗിദെയോന് സ്വപ്നം കൊടുത്തു. ദൈവം പറഞ്ഞു കൊടുത്തു, നിന്റെ അപ്പൻ്റെ വീട്ടിൽ കിടക്കുന്ന ആ അശേര പ്രതിഷ്ഠയും ബാലിനെയും നീ അതിനെ നീക്കിക്കളയാമെങ്കിൽ, കർത്താവേ, വീട്ടിലുള്ള ഈ സാധനം എടുത്തു കളഞ്ഞാൽ ഭയങ്കര അസംഖ്യമായ ശത്രുവിന് മേൽ ജയം തരുമോ? തരും. ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങി. ഈ വലിയ ഹോള് തുറക്കാൻ ഒരു ചെറിയ ലോക്ക് മതി കേട്ടോ. നമ്മുടെ ലൈഫിൽ ഇതുപോലെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് കയറാൻ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ വീട് ദ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഓഹ് ഗോഡ്, ഞാൻ എവിടെ തിരിഞ്ഞ് പറഞ്ഞാലും അവിടെ തന്നെ വരും. കാരണം എൻ്റെ ലൈഫിനെ ആകെപ്പാടെ തൊട്ട ഒരു ഏരിയ. ഞാൻ എൻ്റെ കുറേ വർഷങ്ങൾക്ക് പറയും, എൻ്റെ ലൈഫിന് ആദ്യം ദൈവത്തോട് തീരുമാനിച്ചു, എൻ്റെ പാരമ്പര്യമായിട്ട് വന്നിരുന്ന ആഹാര ശൈലി ഉൾപ്പെടെ മാറ്റണം.
വസ്ത്രധാരണം മാറ്റണം, സംസാര ശൈലി മാറ്റണം, ഫ്രണ്ട്ഷിപ്പ് മാറ്റണം, എൻ്റെ ആ ഓൾഡ് കണക്ഷൻസ് മൊത്തം വിടണം, എല്ലാം വിടണം. എനിക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുള്ള ഒരു വ്യക്തിയായി തീരണം. ഇന്നും ആയിട്ടില്ല. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ഞാൻ ദൈവം ഇതെല്ലാം വിടണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ദൈവം എനിക്ക് തന്നെ എൻ്റെ വലിയൊരു പാഷനായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കാൻ ബാംഗ്ലൂരിൽ വരുമ്പോഴും ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ട് കളിക്കാൻ പോകാൻ. കാരണം ബെസ്റ്റായിട്ട് കളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. വിളിച്ചോളൂ. പക്ഷെ കർത്താവിങ്കിലേക്ക് വന്നപ്പം എനിക്ക് സാറ്റർഡേ സൺഡേ എനിക്ക് കോളേജിൽ മീറ്റിംഗ് ഉണ്ട്. അന്ന് സാറ്റർഡേ സൺഡേ എല്ലാം മുമ്പേ പറഞ്ഞ പിള്ളേരെല്ലാം കളിക്കാൻ വിളിക്കുന്നു. ടൂർണമെൻറ്റിന് പോകാം. ഓപ്പണിംഗ് ബോളിംഗ് തുടങ്ങുന്ന ഞാനായിരിക്കും എന്ന്. പക്ഷേ ഞാൻ പറയാൻ വരത്തില്ല. അവരെല്ലാം കൂടെ കൂടി എന്നോട് ഈ മനുഷ്യൻ എന്തോ മനുഷ്യനാണ്, എടാ കളിക്കാൻ വാ, ആഴ്ച നീ ബാക്കിയുള്ള ഫുൾ ടൈം ഇല്ല. എനിക്ക് സാറ്റർഡേ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, സൺഡേ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ വരത്തില്ല. ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു. എൻ്റെ പ്രയോറിറ്റി കൂട്ടുകാരെക്കാട്ടിലും കൂടുതൽ പ്രയോറിറ്റി എന്തിനു സെറ്റ് ചെയ്യണം? ദൈവത്തിന് സെറ്റ് ചെയ്യണം. ഈവൻ ആഹാരത്തിന് വിളിച്ചാൽ പോലും പിള്ളേരെല്ലാം കൂടെ കൂടി ഏതെങ്കിലും പാർട്ടിക്കോ ആഹാരത്തിന് വിളിച്ചാൽ ഇല്ല, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ വരും. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കാൻ തുടങ്ങി. കളി ഞാൻ ഉപേക്ഷിച്ചു. അതെൻ്റെ ലൈഫിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത്. പറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത് കൊടുത്തു. ദൈവം എൻ്റെ മുന്നിൽ. എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ആഹാരശൈലി, എവറിത്തിങ് മാറി. ഞാൻ നിർബന്ധിച്ച് മാറ്റാൻ തുടങ്ങി. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നമ്മൾ പിന്നെയും അതേ അതില്ലാത്ത നിൻ്റെ ലൈഫിൽ നീ തന്നെ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ തുടങ്ങും. വചനം കിട്ടുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ നോക്കും. ഗിദെയോൻ നിന്റെ കുടുംബത്തിൽ പോയി അശേര പ്രതിഷ്ഠ ഇടിച്ചു കളയാൻ പറഞ്ഞു. ഗിദെയോന് പകല് ചെയ്യാൻ പേടിയാണ്. എന്തോ പറയുക, അന്ന് രാത്രി പുള്ളി രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വെച്ചു. അപ്പൻ്റെ ബലിപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞു. എല്ലാം ഇടിച്ചു കളഞ്ഞ് ദൈവം പറഞ്ഞ പോലെ കാളയെ വെട്ടി കീറി യാഗമാക്കി. കർത്താവ് പറഞ്ഞ നിയോഗം അനുസരിച്ച് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ഇതിനെല്ലാം തകർത്ത് കിടക്കുന്നു. ദൈവം കാര്യങ്ങളെ തിരിച്ചു മറിച്ചു. ഇവൻ പേടിത്തൊണ്ടനാണ് ഗിദെയോൻ. അടുത്ത ദിവസം അവരെല്ലാം കൂടെ യുദ്ധത്തിന് വന്ന കൂട്ടത്തിൽ ഇവൻ പേടിച്ചിരിക്കുക. ദൈവം പറഞ്ഞു, നീയും മിദ്യാന്യരുടെ ആയുധപാണികളുടെ അടുക്കലേക്ക് ആയുധശാല വരെ ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, പോവാൻ പേടിയാ. നിന്റെ ബാല്യക്കാരൻ പൂരെ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടല്ലോ, അവനെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. പൂരെ വിളിച്ചോണ്ട് പോയി. അവിടോട്ട് പുള്ളി പാത്ത് പേടിച്ച് മുട്ടിടിച്ച് ചെല്ലുക. നിങ്ങൾ ചേട്ടോണേ, മുട്ടിടിച്ച് ചെല്ലുമ്പോൾ രണ്ടുപേര് പറയുന്ന ശബ്ദം കേൾക്കുക. എന്തോ കേൾക്കുന്നതെന്ന് അറിയാമോ? ഒരാളോട് പറയാം, ശത്രുപാളയത്തിലുള്ള രണ്ടുപേര് വർത്താനം പറയാം. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഇസ്രായേലിൻ്റെ പാളയത്തിൽ നിന്നൊരു യവത്തപ്പം ഉരുണ്ടു വരുന്നു. യവത്തപ്പം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? ഗോതമ്പിൻ്റെ അപ്പമാണെങ്കിൽ ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ 2 ദിവസം മൊത്തം ഇരിക്കും. ഗോതമ്പിൻ്റെ അപ്പം. യവം ബാർലിയുടെ അപ്പം മണിക്കൂറുകൾ പോലും ഇരിക്കത്തില്ല, അത് ചീത്തയായി പോകും. ഉണ്ടാക്കി ചൂട് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ കഴിച്ചോണം. യവത്തിൻ്റെ അപ്പം അത് പൊതിഞ്ഞു വെച്ച് ഒത്തിരി സമയം ഇരിക്കാൻ പറ്റത്തില്ല. യവത്തപ്പം ഉരുണ്ടു വരുന്നെന്ന്. യവത്തപ്പം ഉരുണ്ടു വരുന്നു, ബലമില്ലാത്ത സാധനം ഉരുണ്ടു വന്നു. അത് ഉരുണ്ടു വന്ന് മിദ്യാന്റെ പാളയത്തെ മൊത്തം മറിച്ച് കളയുന്നത്. ഇതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ലെന്ന് ശത്രുവിൻ്റെ പാളയത്തിൽ നിന്ന് രണ്ടുപേരും പറയും. മറ്റവൻ പറയാ, ഇത് യോവേഷിൻ്റെ മകനായ ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ ചോദ്യം, ഈ പേടിത്തൊണ്ടൻ്റെ പേര് ഫേസ്ബുക്കിൽ പോലും ഇല്ല, ഇൻസ്റ്റാഗ്രാമിലില്ല, ഫേസ്ബുക്കിലില്ല. പുള്ളി പേടി കാരണം ഒരു സെൽഫി പോലും ഇടാറില്ല. ഞാൻ ഇന്നത്തെ ഭാഷയിൽ അങ്ങ് പറഞ്ഞ ഒരു റീൽസ് ഇല്ല, ഒന്നുമില്ല. പുള്ളി പേടിത്തൊണ്ടനാ. പുള്ളി എങ്ങനെയെങ്കിലും ഒളിച്ചു കഴിഞ്ഞ് വയറ് നിറച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ. ഇവർക്കെങ്ങനെ ഈ പേര് കിട്ടി?
നിങ്ങൾ ആ വേർഡ് എഴുതി വെച്ചോ. ഒരിക്കൽ ദൈവാത്മാവിനോട് പറഞ്ഞ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി ദൈവം ശത്രുവാളയത്തിൽ സംസാരിക്കും. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി ആര് സംസാരിക്കും? ദൈവം സംസാരിക്കും. നിങ്ങളുടെ വീട്ടിൽ അപ്പം മാറ്റിക്കളയട്ടെ, അമ്മ ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ, നിങ്ങൾ അവരെ ചെയ്യിപ്പിക്കാനും പോകണ്ട, അവർ ചെയ്യത്തുമില്ല. എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ്. നീ മാറാൻ തുടങ്ങും. അവർ ചെയ്യത്തുമില്ല. നീ ജീവകാലത്തിൽ മൊത്തം അത് നന്നാക്കാൻ നോക്കിയാൽ നടക്കത്തുമില്ല. നീ അവരെ വിട്. നിന്റെ ലൈഫ് നീ കറക്റ്റ് ചെയ്യാൻ നോക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ബാലിൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞു. അപ്പം മാറ്റിയിട്ട്, അപ്പാ എനിക്ക് ഇന്നലെ സ്വപ്നം കിട്ടി, അത് മാറ്റണം. അപ്പം മാറ്റുമോ? നിങ്ങൾ പറഞ്ഞേ, അമ്മ മാറ്റുമോ? നിങ്ങളെന്തോ പറ്റി എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? അപ്പം മാറ്റുമോ? നാളെ ചെന്ന് പറഞ്ഞാൽ മാറ്റുമോ? മാറ്റത്തില്ല. അതിനെ പൊതിഞ്ഞ് കുളിപ്പിച്ചെടുത്ത് വെക്കും. അമ്മ മാറ്റുമോ? അയ്യോ, അത് ആത്മബന്ധമാണ്. ഇത്രയും വർഷങ്ങൾ നമ്മൾ സേവിച്ചതാന്ന് പറയും. ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ മാറ്റുമോ? മാറ്റത്തില്ല. പക്ഷെ നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇടിച്ചു കളയാൻ പറ്റുമെങ്കിൽ ഇടിച്ചു കളയുക, ഇല്ലെങ്കിൽ നീ അവിടുന്ന് വിട്ടുമാറുക. നിങ്ങളുടെ ഗിദെയോൻ ചെയ്തു. വിശുദ്ധിക്ക് വേണ്ടി നിന്നവന്റെ പേര് ദൈവം ശത്രുവാളനെ വെളിപ്പെടുത്തി. ചിലത് നിങ്ങൾ വിടേണ്ടത് വിടണം. അതിനെ നന്നാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നന്നാകാൻ നോക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല. ചിലതിനെ വിടണം. ഇമോഷണലി ഉള്ള നിങ്ങളെ ഡ്രെയിൻ ഔട്ട് ആക്കുന്ന, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതിനെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുക എന്താണെന്ന് ദൈവസന്നിധിയിൽ കണ്ടുപിടിച്ചു. നിങ്ങളതിനെ വിടണം. ആരോടൊരു വഴക്കും വേണ്ട, ബഹളവും വേണ്ട, വിട്ടുപോകണം. എത്രയോ വ്യക്തികളുടെ ശുശ്രൂഷ പോലും തെളിയാതെ കിടക്കുന്നത് എന്താ അറിയാം? ഇമോഷണൽ കുരുക്കിൽപ്പെട്ടു. അച്ചാച്ചൻ എന്ന് വിചാരിക്കുന്നോർത്തോണ്ട് കിടക്കാം, അമ്മാമ എന്ന് വിചാരിക്കുന്നോർത്തോണ്ട് കിടക്കാം. ദൈവം ആലോചന വന്നു, ഭയങ്കര ആലോചന ദൂതും തന്നു, വിളിയും തന്നു, പോകാൻ പറ്റുന്നില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും? നിന്നെ ദൈവം ഏൽപ്പിച്ചത് നീ പരിജ്ഞാനത്തിൽ വ്യാപാരം ചെയ്യാൻ തുടങ്ങണം. എന്നും ഓർത്തോണം. ദൈവകൃപയിലും പരിജ്ഞാനത്തിലും ഒരാളെ ഉപദ്രവിച്ചിട്ടോ ഒരു സിസ്റ്റത്തെ തകർത്തിട്ടോ അല്ല, ദൈവകൃപയിൽ നീ പരിജ്ഞാനത്തിൽ ദൈവത്തെ നോക്കി വ്യാപാരം ചെയ്യാൻ തുടങ്ങണം. നോക്കിയേ, ഗിദെയോൻ 40 വർഷത്തോളമാണെന്ന് തോന്നുന്നു ഗിദെയോന്റെ കാലത്ത് സ്വസ്ഥതയുണ്ടായ ദേശത്ത്. 40 വർഷം. ഒന്ന് നോക്കിയേ, ഗിദെയോൻ ജഡ്ജസിന്റെ പുസ്തകം 6-ാം അധ്യായം. 6-ാം അധ്യായം. നിങ്ങളിന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കണേ. 6-ാം 7-ാം അധ്യായത്തിൽ എത്ര വർഷം സ്വസ്ഥതയുണ്ടായി? എനിക്ക് തോന്നുന്നു ഏകദേശം 40 വർഷത്തോളം. 8:28 വായിച്ചു. എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് പേടിത്തൊണ്ടനിൽ കൂടെ. ഇനി അടുത്തത് ഗിദെയോന്റെ കാലത്ത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഗ്രഹവും കാവലും വന്നാൽ നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട് അനുഗ്രഹിക്കും. കേട്ടോ, നിങ്ങൾ നിമിത്തം നിങ്ങളുടെ വീട് മാത്രമല്ല, ദേശം മൂലം അനുഗ്രഹിക്കപ്പെടും. 40 വർഷം നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ എത്രയോ
കാര്യങ്ങൾ കണ്ടു. കാവലുണ്ട്, വേലിയുണ്ട്, മതിലുണ്ട്, എല്ലാം കണ്ടു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സ്ട്രഗിൾസ്? ഇതെല്ലാം എക്സാമ്പിൾസാണ്. എന്തുകൊണ്ടാ? കാവല് മാറിപ്പോയി, മിദ്യാൻ കയറി വന്നു. കാവല് മാറിപ്പോയി, അമാലേക്കര് കയറി വന്നു. കാവല് മാറിപ്പോയി, കിഴക്കേ ദേശക്കാർ കയറി വന്നു. നിന്റെ മൊത്തം കൊയ്തുകൊണ്ട് പോയി. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കാവല് മാറുമ്പോഴാണോ മൊത്തം നാശം വരുന്നത്? ഒരു വീട്ടിൽ നിന്ന് ദൈവം തന്ന സ്പിരിച്വൽ കാവല് നഷ്ടമായി. നിങ്ങളുടെ വാഹനത്തിനൊരു കാവല് വേണം, നിങ്ങളുടെ ജോലിക്കൊരു കാവല് വേണം, നിങ്ങളുടെ സാമ്പത്തികത്തിനൊരു കാവല് വേണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു കാവല് വേണം, നിങ്ങളുടെ ആരോഗ്യത്തിനൊരു കാവല് വേണം, നിങ്ങൾക്കുള്ള സകലത്തിനും ഒരു കാവല് വേണം. കാവല് വേണോ വേണ്ടായോ? കാവലിനകത്ത് നിൽക്കുക. എവറിത്തിങ് fall in place. എല്ലാം തക്ക സമയത്ത് വരും. ചിലർ അധ്വാനിച്ചു ഓട്ടക്കീശയിൽ കാശിട്ടതുപോലെ, ഓട്ടസഞ്ചിയിൽ കാശിട്ടതുപോലെ മൊത്തം പോയി അല്ലേ? ഇതൊക്കെ ബൈബിളിലെ വേർഡാ. ഓട്ടസഞ്ചി കാശിട്ടതുപോലെ. എത്ര അധ്വാനിച്ചിട്ടും ജീവിതത്തിന് ഉയർച്ചയില്ല. സ്ഥലം മാറി നോക്കി, ഉയർച്ചയില്ല. ജോലി മാറി നോക്കി, ഉയർച്ചയില്ല. പക്ഷെ ദൈവമക്കളെ, ഞാൻ പറയുന്ന വേർഡ് ചില കട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവവൈദ്യൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, അധികാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുക. നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. പക്ഷേ അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറില്ല. അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള നിലപാട് മാറില്ല. അനുഗ്രഹം കിട്ടുമ്പോൾ, വീട് കിട്ടുമ്പോൾ, നന്മ കിട്ടുമ്പോൾ ദൈവത്തെ മറക്കല്ല. നിങ്ങൾ അന്നേരം കൂടുതൽ താഴ്മ ധരിക്കണം. അന്നേരം കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. അന്നേരം നിങ്ങൾ കൂടുതൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടണം, അധ്വാനിക്കണം കേട്ടോ. കർത്താവിന് നിങ്ങളുടെ ലൈഫിൽ മുൻതൂക്കം കൊടുത്തേ. നിന്റെ ഭാവി എവിടെ ചെല്ലുമെന്ന്. ശരി, നോക്കാം. കിടക്കുക കേട്ടോ, ഇനിയും കിടക്കുക. കഴിഞ്ഞിട്ടില്ല. അടുത്തത് ഒരു 10 ഉദാഹരണങ്ങളെങ്കിലും, ഇതിൽ കൂടുതലുണ്ട്. ഈ ഗിദെയോന്റെ ചരിത്രം മാത്രം പഠിച്ചാൽ അവിടെ തന്നെ ഇഷ്ടം പോലെ എടുക്കാം. രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചാലോ ഇഷ്ടം പോലെ എടുക്കാം. നമ്മൾ ഇത്രയും നേരം കേട്ടത് നമ്മളെ എൻകറേജ് ചെയ്യുന്ന സാധനമോ? ഞാൻ അന്നേരെ പറഞ്ഞല്ലോ, ഭയങ്കര എൻകറേജ് ചെയ്യുന്ന സാധനമോ നമ്മൾ കേട്ടെ. തൂവലുകൾക്കിടെ മറയ്ക്കും, നിനക്ക് ചുറ്റും ചിറകുണ്ട്, നിനക്ക് ചുറ്റും വേലിയുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു ഇതെല്ലാം നീണ്ട് കഴിയാൻ പോവാം. സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പം ചില പെയിൻഫുൾ സാധനം പഠിക്കാൻ പോകുന്നത്. നമുക്ക് പോലും കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇനി അടുത്ത യൂണിറ്റ് ഉണ്ട്. അത് എങ്ങനെ നമ്മുടെ ലൈഫിൽ തകർന്നിട്ടുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യാം. വചനം ഇത് എനിക്കുൾപ്പെടെ ബാധകമാണ്. ഈ പ്രസംഗിക്കുന്ന എനിക്കുൾപ്പെടെ കേട്ടോ. ഞാൻ ഒരു വേർഡും കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഒരു ദൈവവൈതലിന് കർത്താവിൻ്റെ വേല നിമിത്തം അറ്റാക്കുകൾ വരാം കേട്ടോ. ഒരിക്കലും ശത്രുവിന് നമ്മളെ ഇഷ്ടമല്ല. കർത്താവിൻ്റെ വേല നിമിത്തം നമുക്ക് നേരെ അറ്റാക്ക് വരാം. ഒരാത്മാവിനെ വിടുവിക്കാൻ പോകുന്നത് പിശാചിന് ഇഷ്ടമല്ല അല്ലേ? യേശു കർത്താവ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ പോയപ്പോൾ പടകിനെ മുക്കാൻ നോക്കി. മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ പോയാൽ നോക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ മുക്കാൻ നോക്കി. കർത്താവ് ആ പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മുങ്ങിയില്ല. അവരെ അവിടെ കണ്ടോ? അവിടെ ചെന്നപ്പം കർത്താവ് അതിനെ, പന്നികളെ എവിടെ കൊണ്ട് മുക്കി? അതേ കടലിൽ മുക്കി. ഇവരെ മുക്കാൻ നേരത്തെ ശ്രമിച്ചതാ. അവിടെ തന്നെ. അപ്പം നിങ്ങളൊരു ആത്മാവിനെ വിടുവിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ നേരെ പ്രതിസന്ധികൾ, അത് വേറെ. അത് അന്നേരം വരുന്ന അറ്റാക്കുകൾ ഫൈറ്റിങ്ങാണ്. പക്ഷേ
ജീവിതത്തിൽ ഒരിടത്തും ഉയർച്ചയില്ലാതെ പിശാച് മോട്ടിച്ചുകൊണ്ട് പോകുന്നത് അത് വേറെ, ഇത് വേറെ, അത് വേറെ. കേട്ടോ, നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പഠിക്കണം. എൻ്റെ ലൈഫിൽ അറ്റാക്ക് വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വേല നിമിത്തം അറ്റാക്കുകൾ പലയിടത്തും വന്നിട്ടുണ്ട്. ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം. പക്ഷെ മറ്റൊരിടത്തെല്ലാം ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ പ്രശ്നമായിരുന്നു. രോഗം, പ്രശ്നം, തകർച്ച, നഷ്ടങ്ങൾ, ഹോസ്പിറ്റൽ. പക്ഷെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാ ഇതെന്തു? കർത്താവ് എൻ്റെ കാവൽ ബിൽഡി, നിന്റെ വീട് ചുറ്റും എൻ്റെ കാവൽ ബിൽഡി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ഞാൻ സുബോധമില്ലാതെ പറയുന്നതല്ല. ഈ വിഷയം ഗംഭീരമാ കേട്ടോ. 1000 വട്ടം നിങ്ങളുടെ മുന്നിൽ വന്ന് കരങ്ങളെ കൂപ്പി ഞാൻ പറയാം, ഈ വിഷയം ഗംഭീരമാ, ഭയങ്കര ഗംഭീരമാ. ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ക്ലെൻസിങ് വരട്ടെ. ക്ലെൻസിങ്. പക്ഷേ എനിക്കിങ്ങനെ പോകുന്നതിനകത്ത് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാമെന്ന് പറയാം. എൻ്റെ കയ്യിലിരിപ്പൊന്നും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ സമയവും എൻ്റെ ജീവിതവും ഇൻഡിസിപ്ലിനായിട്ട് ഇപ്പം പോകുന്ന പോലെ പോവാം. അതിനകത്ത് ദൈവം എന്നെ അനുഗ്രഹിക്കുമല്ലോ എന്ന് പറ. എൻ്റെ ലൈഫിൽ ഒരു ഡിസിപ്ലിനില്ല, എൻ്റെ ലൈഫിൽ ഒരു സ്വസ്ഥതയില്ല, അല്ലെ ഒരു അടുക്കും ചിട്ടയില്ല, എല്ലാം വല്ലാതെ കിടക്കാം. കുഞ്ഞ്, ഡിസിപ്ലിൻ ഇല്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തില്ല. നിങ്ങളുടെ ലൈഫ് ഓർഡറിൽ വരട്ടെ, ഡിസിപ്ലിനിൽ വരട്ടെ. എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറ, പ്രാർത്ഥിക്കാം. പറയാൻ തുടങ്ങിയ സമയം എടുക്കാം. അല്ലേ? പട്ടാളത്തിൽ ചേർന്നാൽ ഡിസിപ്ലിൻ ഉണ്ടോ? സ്പോർട്സിന് ഡിസിപ്ലിൻ ഉണ്ടോ? എന്തിനാ ഡിസിപ്ലിൻ ഇല്ലാത്ത? ലോകത്തിൽ എല്ലാത്തിനും ഡിസിപ്ലിൻ ഉണ്ട്. ഒരു കമ്പനിയിൽ IT ജോലിക്ക് പോകണ ഡിസിപ്ലിൻ ഉണ്ടോ? ടീച്ചർമാർക്ക് ഡിസിപ്ലിൻ ഉണ്ടോ? ഉണ്ടോ? തണുപ്പാണേലും വെയിലാണേലും മഴയാണേലും പിള്ളേരെ സ്കൂളിൽ 7 മണിക്ക് 8 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞ് 8:05 വന്നാൽ ടീച്ചർമാർ 8:05 വരണോ? നേരെ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ നേരത്തെ ചെല്ലണോ? കർത്താവ് ഇന്ന് മഴയായിരുന്നു, പക്ഷെ കർത്താവിൻ്റെ വേലയ്ക്കോ നിങ്ങൾ എന്തിന് മുൻതൂക്കം കൊടുക്കുന്നോ അത് നിന്നെ ഉയർത്തും. ഞാൻ ഇന്ന് പറയും, എനിക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ ദൈവം ഒരു വീട് തന്ന ഉൾപ്പെടെ എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്. ഈ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷേ ഓരോ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്. പ്രാർത്ഥിക്കാം. വചനം ബലമാ, വചനം ജീവനാ, വചനം ശക്തിയാ, വചനം ശുദ്ധീകരിക്കുന്നതാ, വചനം വാളാ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. ആത്മാവിനെയും പ്രാണനെയും സന്ധി മച്ചകളെയും വേർപിടിവിക്കുന്നതിനും വരെ തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടൊക്കെ സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബലമുള്ളവരാകട്ടെ, നിങ്ങൾ ബ്ലെസ്ഡ് ആകട്ടെ, നിങ്ങൾ ശക്തരാകട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൽബദയിൽ ചർച്ചിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിൻ്റെ കാവലിനെ ഞങ്ങളുടെ മക്കളിലേക്ക് റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ വീടുകളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞും മറഞ്ഞും ഇരിക്കുന്ന, നിങ്ങളെ മുമ്പിലോട്ട് വിടാതെ കെട്ടിയിട്ടേക്കുന്ന എല്ലാ സൈക്കോളജിക്കൽ ബന്ധനവും, എല്ലാ സൈക്കോളജിക്കൽ കെട്ടുകളും, ഇമോഷണൽ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ പൊട്ടിപ്പോകട്ടെ. വചനത്തിൻ്റെ ജീവൻ, ശക്തി, ബലം, ജീവൻ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ബലം നിങ്ങളുടെ മീതെ വ്യാപരിക്കട്ടെ. അടിയും പ്രാർത്ഥിച്ചവരുടെ മക്കളെ അനുഗ്രഹിക്കുന്നു.
എന്നെ കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. വിശുദ്ധ സന്തതികളാകട്ടെ. ഓ രാജകീയ പുരോഹിത വർഗമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇരുളിന്റെ ബന്ധനങ്ങൾ തകരുക. ആത്മാവിൽ റിലീസ് നടക്കട്ടെ. ഇമോഷണലി റിലീസ് നടക്കട്ടെ. ഓ അല്പസമയം കരങ്ങളെ തട്ടി ഇന്ന് കേട്ട വചനത്തോട് നന്ദി പറഞ്ഞേ. പ്രതികരിച്ചു. ഇന്ന് കേട്ട വചനത്തോട് നന്ദി പറഞ്ഞേ. എന്റെ ജീവിതത്തിലേക്ക് അത് ഇറങ്ങി വരണമേ. ലമനം പവനം ഝാനം ധാനം വൈഡം റിഗന രഗന രഗന റിഗല സമന. ആ കരങ്ങളെ തട്ടി ദൈവത്തോട് നന്ദി പറഞ്ഞേ. സൗഖ്യമുണ്ടാകട്ടെ. ഓരോ സഭയുടെ മീതെ യേശുവിൻ നാമത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. പട്ടണത്തിന് മീതെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. കൃപയിൽ പൊതിയണമേ. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം.